CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയപാത 66 മണത്തലയിൽ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിന് മുകളിലെ ടാറിട്ട ഭാഗത്ത് വലിയ വിള്ളൽ കണ്ടെത്തി. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിനു മുന്നിലെ മേൽപ്പാലത്തിന് മുകളിലാണ് 50 മീറ്ററിലേറെ നീളത്തിൽ വലിയ വിള്ളൽ വീണത്. സംഭവത്തിൽ പ്രതിഷേധിച്ച UDF അംഗങ്ങളെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് തകർന്ന കൽവേർട്ട് താൽക്കാലികമായി പുനർനിർമ്മിച്ചു. നിർമ്മാണം നടക്കുന്ന തൃശൂർ കുറ്റിപ്പുറം പാതയിൽ ചൊവ്വാഴ്ച രാത്രി 8:30യോടെയാണ് കൽവർട്ട് തകർന്നത്. KSRTC ബസ്സിൽ കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച വെളിയങ്കോട് സ്വദേശികൾ പിടിയിൽ. പൊന്നാനി വെളിയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശികളായ റംഷാദ്, റാഫി എന്നിവരാണ് വാളയാർ ടൗണിൽ വെച്ച് എക്സൈസിന്റെ പിടിയിലായത്. ദേശീയപാതയുടെ നിർമ്മാണത്തിനായി കോട്ടോൽക്കുന്നിൽ നടത്തിയ മണ്ണെടുപ്പ് മൂലം മഴയിൽ ദുരിതം സൃഷ്ടിക്കുന്നത് ശ്രീ അസുരമഹാകാളം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും യാത്രക്കാർക്കും സമീപവാസികൾക്കും. 16 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗിക പീഡനം നടത്തിയ കേസിൽ 24 വയസ്സുകാരന് 39 വർഷം കഠിന തടവും 2,40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മതിലകം മാങ്ങാലിപ്പറമ്പിൽ വീട്ടിൽ റിൻഷാദിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ്ഥയിൽ കുറ്റക്കാരനാണെന്നു കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. കനത്ത മഴയിൽ എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കൃഷിനാശം. ചുങ്കത്ത് വീട്ടിൽ യേശുദാസിന്റെ നിലക്കടല കൃഷിയാണ് വെള്ളം കയറി നശിച്ചത്. ഒരുമനിയൂർ പഞ്ചായത്തിൽ 33-ാം നമ്പർ സ്മാർട്ട് അങ്കണവാടി കെട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. CPM പൊന്നീർകുളം ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകൾ ചേർന്ന് ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന മണിച്ചേച്ചിക്കൊരു സ്നേഹവീടിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു. പൊന്നീർകുളം 15-ാം വാർഡ് കിണർ പരിസരത്ത് തനിച്ചു താമസിക്കുന്ന പെരുവഴിപ്പുറത്ത് പരേതനായ കുഞ്ഞുമോൻ ഭാര്യ മണിക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ആരംഭിച്ചു. വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി നടത്തുന്ന കാൽനട ജാഥയ്ക്ക് എരുമപ്പെട്ടി വെസ്റ്റ് മേഖലയിൽ സ്വീകരണം നൽകി. ഗുരുവായൂർ നഗരസഭ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചാവക്കാട് ടൗണിൽ CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ പതാക ഉയർത്തി. ചാവക്കാട് നഗരസഭാ പരിധിയിലെ ലൈബ്രറികളുടെ നേതൃത്വത്തിൽ പുസ്തക സമാഹരണ യജ്ഞവും അവധിക്കാല ക്യാമ്പും സംഘടിപ്പിച്ചു. 2025 ജൂലൈ 19, 20 തീയതികളിലായി തൃശൂരിൽ നടക്കുന്ന KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ 39-ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കുന്നംകുളം ഡിവിഷൻ വാർഷിക സമ്മേളനം നടന്നു. കേരളത്തിലെ അസംഘടിതരായ മനുഷ്യരുടെയും ദുർബലരുടെയും കണ്ണീരും വിയർപ്പും അവഗണിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് CH റഷീദ്. MSF ഗുരുവായൂർ നിയോജക മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി വടക്കേക്കാട് നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പച്ചക്കറി തൈകളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ നിർവഹിച്ചു. കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം ആസ്ഥാന മന്ദിരത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ കട്ടിളവെപ്പ് നടന്നു. മന്നലാങ്കുന്ന് സയ്യിദ് ഷെയ്ഖുൽ ഹളറമി തങ്ങളുടെ ഉറൂസ് മുബാറക് മെയ് 22 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 35-ാം ചരമവാർഷിക ദിനം വിവിധയിടങ്ങളിൽ ആചരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.